UAEയുടെ 90% പ്രദേശങ്ങളും വരണ്ട മരുഭൂമിയാണ്. വേനൽക്കാലത്ത് താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുന്ന, കൃഷിക്ക് ആവശ്യമായ ശുദ്ധജലം തീരെയില്ലാത്ത ഒരു പ്രദേശം. എന്നാൽ ഈ പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈടെക് കാർഷിക കേന്ദ്രങ്ങളിലൊന്നായി UAE അതിവേഗം മാറുകയാണെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ദുബായ് എയർപോർട്ടിന് സമീപമുള്ള കൂറ്റൻ വെർട്ടിക്കൽ ഫാമുകൾ, അബുദാബി മരുഭൂമിക്കുള്ളിലെ സ്മാർട്ട് ഗ്രീൻ ഹൗസുകൾ, കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവയിലൂടെ UAE മരുഭൂമിയിലെ കൃഷിക്ക് പുതിയൊരു പാത തുറന്നിടുകയാണ്. അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കുകിഴക്കായി 83,600 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ 7 എമിറേറ്റുകൾ ചേർന്നതാണ് UAE. തലസ്ഥാനവും എണ്ണസമ്പന്നവുമായ അബുദാബിയും സാമ്പത്തിക ടൂറിസം കേന്ദ്രമായ ദുബായുമെല്ലാം ചേർന്ന് 2025-ൽ രാജ്യത്തിന്റെ GDP $517 ബില്യൺ എത്തിച്ചു. എന്നാൽ ഈ തിളക്കമുള്ള വളർച്ചയ്ക്ക് പിന്നിൽ കടുത്ത പ്രകൃതിദത്ത വെല്ലുവിളികളുണ്ട്. രാജ്യത്തിന്റെ 80%-ലധികം മരുഭൂമിയാണ്. ശരാശരി മഴ പ്രതിവർഷം വെറും 100 മില്ലിമീറ്റർ മാത്രം. സ്ഥിരമായ പുഴകളോ തടാകങ്ങളോ ഇല്ല. കൃഷിയോഗ്യമുള്ള ഭൂമി ആകെയുള്ളതിന്റെ 1% താഴെ മാത്രമാണ്. വെള്ളത്തിന്റെ കടുത്ത ക്ഷാമം കാരണം ആവശ്യമായ ആഹാര സാധനങ്ങളുടെ 80 മുതൽ 90% ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയിലായിരുന്നു UAE. മരുഭൂമിയിൽ കൃഷി നിലനിർത്താൻ പ്രകൃതിദത്ത ജലസ്രോതസ്സുകൾ മാത്രം പോരായിരുന്നു. അതിനായി കടൽവെള്ള ശുദ്ധീകരണവും മലിനജല പുനരുപയോഗവും ചേർത്തുള്ള കൂറ്റൻ കൃത്രിമ ജലശൃംഖല UAE കെട്ടിപ്പടുത്തു. പേർഷ്യൻ ഉൾക്കടൽ തീരങ്ങളിൽ റിവേഴ്സ് ഓസ്മോസിസ് സാങ്കേതിക വിദ്യ വഴി കടൽവെള്ളത്തിലെ ഉപ്പ് നീക്കി ശുദ്ധജലമാക്കുന്നു. ഇതോടൊപ്പം ദുബായിലും അബുദാബിയിലും ഗാർഹിക ആവശ്യങ്ങൾക്കുപയോഗിച്ച വെള്ളം ശേഖരിച്ച് അതിസൂക്ഷ്മമായ ഫിൽട്ടറുകൾ, അൾട്രാവയലറ്റ് ലൈറ്റ്, ഓസോൺ ചികിത്സ എന്നിവയിലൂടെ പൂർണ്ണമായി ശുദ്ധീകരിച്ച് നഗരങ്ങളിലെ പച്ചപ്പിനും മരുഭൂമിയിലെ കൃഷിക്കുമായി വീണ്ടും ഉപയോഗിക്കുന്നു. ദിവസം 2 ബില്യൺ ലിറ്ററിലധികം വെള്ളം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള 75-ലധികം പ്ലാന്റുകളാണ് UAEയിലുള്ളത്. വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പാക്കിയ ശേഷം അടുത്ത വെല്ലുവിളി മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാം എന്നതായിരുന്നു. ഇതിനുള്ള ഏറ്റവും വലിയ ഉത്തരമാണ് ദുബായ് അൽ മക്തൂം എയർപോർട്ടിന് സമീപമുള്ള ബസ്റ്റോണിക് എന്ന ഭീമൻ വെർട്ടിക്കൽ ഫാം. 3,30,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള 4 ഫീഫ ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വലിപ്പം, $40 മില്യൺ ചെലവഴിച്ച് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോപോണിക് വെർട്ടിക്കൽ ഫാമാണിത്. ഇവിടെ മണ്ണോ സൂര്യപ്രകാശമോ മഴയോ ഇല്ലാതെ പൂർണ്ണമായും അടച്ചുപൂട്ടിയ അന്തരീക്ഷത്തിലാണ് പച്ചക്കറികൾ വളരുന്നത്. ബെസ്റ്റോണിക്ക ഫാമിൽ ലെറ്റ്യൂസ്, ചീര തുടങ്ങിയവയുടെ വിത്തുകൾ കൃത്യതയുള്ള ന്യൂമാറ്റിക് മെഷീനുകൾ ഉപയോഗിച്ച് തേങ്ങയുടെ നാരുകളിലാണ് നടുന്നത്. ഇതിൽ മുളച്ചുവരുന്ന തൈകൾ തട്ടുകളായി അടുക്കി വെച്ചിരിക്കുന്ന ഗ്രോയിങ് ട്രേകളിലേക്ക് മാറ്റുന്നു. ട്രേകൾക്ക് താഴെയുള്ള പമ്പ് സിസ്റ്റം പോഷകസമൃദ്ധമായ വെള്ളം ചെടികളുടെ വേരുകളിലേക്ക് നേരിട്ടെത്തിക്കുകയും അത് ഫിൽട്ടർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യുന്നു. സൂര്യപ്രകാശത്തിന് പകരം 20,000-20,000-ലധികം പ്രത്യേക LED ലൈറ്റുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ചെടികളുടെ വളർച്ചാ വേഗത 3 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. പരമ്പരാഗതമായി 1 കിലോഗ്രാം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ 300 ലിറ്ററിലധികം വെള്ളം വേണമെങ്കിൽ ഈ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൽ വെറും 15 ലിറ്റർ വെള്ളം മതിയാകും. വിളവെടുപ്പിന് പാകമായ പച്ചക്കറികൾ വൃത്തിയുള്ള പ്രോസസ്സിംഗ് ഏരിയയിൽ വെച്ച് വെട്ടി തരംതിരിച്ച് പാക്ക് ചെയ്യുന്നു. പ്രതിവർഷം 10 ലക്ഷം കിലോഗ്രാം, പ്രതിദിനം 3 ടൺ പച്ചക്കറികളാണ് ഈ ഒറ്റ ഫാമിൽ നിന്ന് മാത്രം വിപണിയിലെത്തുന്നത്. 40 ഡിഗ്രിക്ക് മുകളിലുള്ള ചൂടിലും അറബ്യൻ മരുഭൂമിയിലെ അതിജീവനത്തിന്റെ പ്രതീകമാണ് ഈന്തപ്പനകൾ. UAEയിൽ 4 കോടിയിലധികം ഈന്തപ്പനകളുണ്ട്. എന്നാൽ മരുഭൂമിയിൽ ഇവ വൻതോതിൽ കൃഷി ചെയ്യുന്നത് എളുപ്പമല്ല. കാറ്റിലൂടെയോ പ്രാണികളിലൂടെയോ മാത്രം പരാഗണം നടക്കാത്തതിനാൽ മുൻപ് കർഷകർ മരത്തിൽ കയറി പരാഗണം നടത്തേണ്ടി വന്നിരുന്നു. എന്നാൽ അൽ ഐനിലെ ഭീമൻ ഫാമുകളിൽ ഇന്ന് ആൺപൂമ്പൊടി ഉണക്കി ഫൈൻ മിസ്റ്റ് സ്പ്രേയറുകൾ വഴി തളിച്ചാണ് പരാഗണം നടത്തുന്നത്. വേനൽക്കാലത്ത് വിളവെടുപ്പ് സമയമാകുമ്പോൾ ഹൈഡ്രോളിക് ക്ലാമ്പുകളും ഹൈ ഫ്രീക്വൻസി ഷേക്കിംഗ് സിസ്റ്റവുമുള്ള പ്രത്യേക മെഷീനുകൾ ഉപയോഗിച്ച് മരത്തിന് കേടുപാടുകൾ വരുത്താതെ മിനിറ്റുകൾക്കുള്ളിൽ ഈന്തപ്പഴം കൊഴിച്ചെടുക്കുന്നു. ശേഷം ഫാക്ടറിയിലെത്തിച്ച് കഴുകി തരംതിരിച്ച് അണ്ടി നീക്കം ചെയ്ത് നട്ട്സ് നിറച്ചും ചോക്ലേറ്റ് പൊതിഞ്ഞും
പ്രീമിയം ഗിഫ്റ്റ് ബോക്സുകളിലാക്കി അന്താരാഷ്ട്ര വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. അബുദാബിയുടെ കടുത്ത ചൂടിൽ പ്യുവർ ഹാർവെസ്റ്റ് നിർമ്മിച്ച നഹീൽ ഫാം UAEയിലെ ആദ്യത്തെ ഹൈടെക് കമേഴ്സ്യൽ ഗ്രീൻ ഹൗസുകളിലൊന്നാണ്. യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നാനോ മെറ്റീരിയൽ കോട്ടിംഗ് ഉള്ള ഗ്ലാസുകളാണ് ഇതിനുപയോഗിച്ചിരിക്കുന്നത്. ഇത് 90% വെളിച്ചമുള്ളിലേക്ക് കടത്തിവിടുമ്പോൾ തന്നെ സൂര്യന്റെ കടുത്ത ചൂട് കാരണം ഇലകൾ കരിഞ്ഞു പോകുന്നത് തടയുന്നു. ഇവിടെ തക്കാളികൾ മണ്ണിലല്ല, മറിച്ച് പൂർണ്ണമായും നിയന്ത്രിതമായ ഹൈഡ്രോപോണിക് അന്തരീക്ഷത്തിലാണ് വളരുന്നത്. സെൻസറുകളും മെഷീനുകളും വായുസഞ്ചാരവും ഊഷ്മാവും കൃത്യമായി നിയന്ത്രിക്കുന്നു. ദോഷകരമായ കീടനാശിനികൾക്ക് പകരം ഉപകാരികളായ ജീവികളെ ഉപയോഗിച്ചാണ് കീടനിയന്ത്രണം നടത്തുന്നത്. 2025ഓടെ പ്രതിവർഷം 15,000 ടണ്ണിലധികം പഴങ്ങളും പച്ചക്കറികളുമാണ് പ്യുവർ ഹാർവെസ്റ്റ് ഫാമുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈടെക് വെർട്ടിക്കൽ ഫാമുകളും സ്മാർട്ട് ഗ്രീൻ ഹൗസുകളും സ്ഥാപിച്ചെങ്കിലും UAE ഇപ്പോഴും ഒരു വലിയ സാങ്കേതിക ദൗർബല്യം നേരിടുന്നുണ്ട്. മരുഭൂമിയെ കീഴടക്കാൻ കഴിഞ്ഞെങ്കിലും ഇതിനാവശ്യമായ കാർഷിക വിത്തുകൾക്കും അടിസ്ഥാന സാങ്കേതിക വിദ്യകൾക്കും രാജ്യം ഇപ്പോഴും വിദേശ ഏജൻസികളെയാണ് പൂർണ്ണമായി ആശ്രയിക്കുന്നത്. മരുഭൂമിയിലെ ഈ കാർഷിക വിപ്ലവം കേവലം ഒരു പരിസ്ഥിതി പ്രേമം കൊണ്ട് മാത്രം തുടങ്ങിയതല്ല, മറിച്ച് ലോകത്തിലുണ്ടായ ചില വലിയ തിരിച്ചടികളാണ് ഇതിന് കാരണം. 2020 മുതൽ 2021 വരെ കോവിഡ് മഹാമാരി ലോകത്തെ വിമാനക്കപ്പൽ ഗതാഗതങ്ങളെ തടസ്സപ്പെടുത്തിയപ്പോൾ 90% ഭക്ഷണവും ഇറക്കുമതി ചെയ്യുന്ന UAE വലിയ പ്രതിസന്ധിയിലായി. തുടർന്ന് 2022 മുതൽ റെഡ് സീ, ബ്ലാക്ക് സീ മേഖലകളിലുണ്ടായ യുദ്ധങ്ങളും ഗതാഗത തടസ്സങ്ങളും ഭക്ഷ്യസുരക്ഷ എത്രത്തോളം പ്രധാനമാണെന്ന് രാജ്യത്തെ ഓർമ്മിപ്പിച്ചു. ഒരു സമ്പന്ന രാജ്യത്തിന് സൈന്യവും എണ്ണയും മാത്രം പോരാ, സ്വയം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയും വേണമെന്ന് UAE തിരിച്ചറിഞ്ഞു. അതിനാൽ എത്ര വലിയ തുക ചെലവഴിച്ചും മരുഭൂമിയിൽ കൃഷി ചെയ്യുന്നത് രാജ്യത്തിന്റെ അടിയന്തര സുരക്ഷാ ഇൻഷുറൻസ് ആണ്. എന്നാൽ പ്രകൃതിയെ ജയിച്ചെങ്കിലും UAE അടുത്തൊരു സാങ്കേതിക ചതിക്കുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ബസ്റ്റോണിക്ക അല്ലെങ്കിൽ പ്യുവർ ഹാർവെസ്റ്റ് പോലുള്ള ഭീമൻ ഫാമുകളിലെ സംവിധാനങ്ങളെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ജപ്പാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത് കൂട്ടിച്ചേർത്തവയാണ്. സ്വന്തമായി കാർഷിക വിത്തുകളോ പ്രധാന സാങ്കേതിക വിദ്യയോ വികസിപ്പിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല. എങ്കിലും കൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു തരിശുഭൂമിയിൽ നിന്ന് ദീർഘവീക്ഷണത്തോടെ മനുഷ്യന് പ്രകൃതിയെ കീഴടക്കാൻ കഴിയുമെന്ന് UAE ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഇവിടെ നിന്ന് വീഡിയോ അടുത്തൊരു പ്രധാന വിഷയത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്കയിലെ കൽക്കരി ഖനികളുടെ വീണ്ടെടുപ്പ്. ഒരു നൂറ്റാണ്ടിലധികം അമേരിക്കയുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റിയത് കൽക്കരിയായിരുന്നു. 2008-ൽ പ്രതിവർഷം 120 കോടി ടൺ കൽക്കരിയാണ് US ഉൽപ്പാദിപ്പിച്ചിരുന്നത്. എന്നാൽ കാലക്രമേണ ഈ ഖനികൾ അടച്ചുപൂട്ടിയപ്പോൾ അവശേഷിച്ചത് മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും ജലമലിനീകരണവും നിറഞ്ഞ വിനാശകരമായ ഭൂപ്രകൃതി മാത്രമായിരുന്നു. 1977-ലെ സർഫസ് മൈനിംഗ് കൺട്രോൾ ആൻഡ് റീക്ലമേഷൻ ആക്ട് പ്രകാരം അമേരിക്ക ഇത്തരം ഭൂമി വൻതോതിൽ വീണ്ടെടുക്കാൻ തുടങ്ങി. ഇതുവരെ 2,85,000 ഏക്കറിലധികം ഖനിഭൂമിയാണ് പുനരുദ്ധരിച്ചത്. ശരിയായി പരിചരിച്ചാൽ ഒരിക്കൽ നശിച്ചുപോയ ഭൂമിയെ വനങ്ങൾ, ലാവെൻഡർ തോട്ടങ്ങൾ, പുൽമേടുകൾ, ഹൈടെക് ഗ്രീൻ ഹൗസുകൾ എന്നിവയാക്കി മാറ്റാൻ കഴിയും. ഭൂമിക്കടിയിൽ നിന്ന് ഊർജം ഊട്ടിയെടുത്ത ഇടങ്ങളിൽ ഇന്ന് ഭൂമിക്ക് മുകളിൽ പുതിയ ജീവൻ സൃഷ്ടിക്കുകയാണ്. ഒരു കൽക്കരി ഖനിയെ കൃഷിഭൂമിയാക്കുക എന്നത് വിത്ത് പാകുന്നതിൽ നിന്നല്ല തുടങ്ങുന്നത്, മറിച്ച് നശിച്ചുപോയ ഭൂപ്രകൃതിയെയും മണ്ണിനെയും ശരിയാക്കിയെടുക്കുന്നതിൽ നിന്നാണ്. കൽക്കരിയെടുത്ത ശേഷം അവിടെ ശേഷിക്കുന്നത് വലിയ കുഴികളും പാറക്കൂട്ടങ്ങളും ചരിവുകളുമാണ്. മഴ പെയ്യുമ്പോൾ ഇവ ഇടിഞ്ഞു വീഴാനും മണ്ണൊലിപ്പുണ്ടാകാനും സാധ്യതയേറെയാണ്. അതിനാൽ ബുൾഡോസറുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും ഉപയോഗിച്ച് ചരിവുകൾ നികത്തുകയും മണ്ണുറപ്പിക്കുകയും വെള്ളമൊഴുകിപ്പോകാൻ കൃത്യമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭൂമി സമനിരപ്പാക്കിയതുകൊണ്ട് മാത്രം ചെടികൾ വളരില്ല. കൃഷിക്ക് ഏറ്റവും ആവശ്യമുള്ള ഉപരിതലത്തിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് ഖനന സമയത്ത് പൂർണ്ണമായി നശിച്ചിട്ടുണ്ടാകും. അതിനാൽ മണ്ണിന്റെ pH മൂല്യം പരിശോധിക്കുക, ഓർഗാനിക് വളങ്ങളും കമ്പോസ്റ്റും ചേർക്കുക, മണ്ണ് ഉഴുതുമറിക്കുക തുടങ്ങിയ പ്രക്രിയകൾ ചെയ്യേണ്ടിവരുന്നു. തുടക്കത്തിൽ തന്നെ പച്ചക്കറികളോ
പഴവർഗ്ഗങ്ങളോ കൃഷി ചെയ്യാതെ മണ്ണിനെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന പ്രത്യേക പുല്ലുകളും പയർവർഗ്ഗങ്ങളുമാണ് ഇവിടെ നട്ടുപിടിപ്പിക്കുന്നത്. മണ്ണ് ശരിയാക്കിയാലും മറ്റൊരു വലിയ അപകടം ഒളിച്ചിരിപ്പുണ്ട്. ആസിഡ് മൈൻ ഡ്രെയിനേജ്. മഴവെള്ളവും ഭൂഗർഭജലവും കൽക്കരി അവശിഷ്ടങ്ങളിലെ സൾഫർ ധാതുക്കളുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ അതിശക്തമായ ആസിഡ് വെള്ളം രൂപപ്പെടുന്നു. ഇത് അയൺ, അലുമിനിയം തുടങ്ങിയ വിഷലോഹങ്ങളെയും പേറി നദികളിലേക്കും കൃഷിഭൂമിയിലേക്കും ഒഴുകിയെത്തുന്നു. പെൻസിൽവാനിയയിൽ മാത്രം 5500 മൈലിലധികം നദികൾ ഈ വിഷവെള്ളം കാരണം നശിച്ചുപോയിട്ടുണ്ട്. ഇത് ചെടികളുടെ വേരുകളെ നശിപ്പിക്കുകയും വിഷാംശം പഴങ്ങളിലേക്ക് പടർത്തുകയും ചെയ്യും. അതിനാൽ ലൈംസ്റ്റോൺ ചാനലുകളും പ്രകൃതിദത്ത ഫിൽട്ടറേഷൻ കുളങ്ങളും നിർമ്മിച്ച് വെള്ളത്തിലെ ആസിഡ് സാന്നിധ്യം പൂർണ്ണമായി നിർവീര്യമാക്കേണ്ടതുണ്ട്. ഖനിഭൂമി വീണ്ടെടുത്ത ശേഷം ഏറ്റവും പ്രായോഗികമായി ചെയ്യാവുന്ന ഒന്നാണ് അവയെ പുൽമേടുകളാക്കി മാറ്റുക എന്നത്. പച്ചക്കറികളെ അപേക്ഷിച്ച് പുല്ലുകൾക്ക് ഗുണം കുറഞ്ഞ മണ്ണിലും വളരാൻ കഴിയും. അപ്പലാച്ചിയൻ മേഖലയിലെ പുനരുദ്ധരിച്ച 80% ഖനിഭൂമിയും ഇന്ന് കന്നുകാലികൾക്കുള്ള പുൽമേടുകളാണ്. പുല്ലുകളുടെ വേരുകൾ മണ്ണിനെ ഉറപ്പിച്ചു നിർത്തുകയും കന്നുകാലികളുടെ ചാണകം മണ്ണിലേക്ക് പോഷകങ്ങൾ തിരികെ നൽകുകയും ചെയ്യുന്നു. പുല്ലുകൾ വിജയകരമായി വളർന്നുകഴിഞ്ഞാൽ ഉയർന്ന സാമ്പത്തിക മൂല്യമുള്ള വിളകളിലേക്ക് ആളുകൾ ശ്രദ്ധ തിരിക്കുന്നു. അതിലൊന്നാണ് ലാവെൻഡർ കൃഷി. വലിയ ഫലഭൂയിഷ്ഠത ആവശ്യമില്ലാത്തതും വരൾച്ചയെ പ്രതിരോധിക്കുന്നതുമായ ലാവെൻഡർ ഖനിഭൂമികൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. വെസ്റ്റ് വിർജീനിയയിലെ ബൂൺ കൗണ്ടിയിൽ 35 ഏക്കർ വരുന്ന പഴയ ഖനിഭൂമിയിൽ അപ്പലാച്ചിയൻ ബൊട്ടാണിക്കൽ ഏകദേശം 70,000 ലാവെൻഡർ ചെടികളാണ് നട്ടുപിടിപ്പിച്ചത്. ഇതിൽ നിന്ന് ലാവെൻഡർ ഓയിൽ, സോപ്പുകൾ, ക്രീമുകൾ, ലാവെൻഡർ തേൻ എന്നിവ നിർമ്മിക്കുന്നു. 1 ഏക്കർ ലാവെൻഡർ തോട്ടത്തിൽ നിന്ന് 12 മുതൽ 15 പൗണ്ട് വരെ എസൻഷ്യൽ ഓയിൽ വേർതിരിച്ചെടുക്കാം. ഇതുവഴി ഉപേക്ഷിക്കപ്പെട്ട ഒരു ഖനിഭൂമിയെ വലിയ വിപണി മൂല്യമുള്ള ബ്രാൻഡാക്കി മാറ്റാൻ സാധിക്കുന്നു. ചില ഭൂമികൾക്ക് കൂടുതൽ സുസ്ഥിരമായ ഭാവി ആവശ്യമുണ്ട്, അതായത് വനങ്ങൾ. പണ്ടുകാലത്ത് ഈ ഖനിപ്രദേശങ്ങൾ വലിയ കാടുകളായിരുന്നു. കാടുകൾ പുനഃസൃഷ്ടിക്കാൻ ഫോറസ്ട്രി റീക്ലമേഷൻ അപ്രോച്ച് ഉപയോഗിക്കുന്നു. വൈറ്റ് ഓക്ക്, റെഡ് ഓക്ക്, വാഴപ്പൂമരം തുടങ്ങിയ പ്രാദേശിക മരങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിക്കുന്നു. മരങ്ങളുടെ വേരുകൾക്ക് ആഴത്തിലിറങ്ങാൻ കുറഞ്ഞത് 4 അടിയെങ്കിലും ആഴമുള്ള മണ്ണുപാളി തയ്യാറാക്കേണ്ടതുണ്ട്. എന്നാൽ നേരിട്ട് ചെടികൾ നട്ടുപിടിപ്പിക്കാൻ കഴിയാത്ത വിധം രാസവിഷാംശമുള്ള മണ്ണാണെങ്കിലോ അവിടെ മനുഷ്യൻ മണ്ണിന് മുകളിലേക്ക് കൃഷിയെ ഉയർത്തുന്നു. ഖനിമണ്ണിൽ തൊടാതെ ഹൈഡ്രോപോണിക്സ്, തുള്ളിനന എന്നീ രീതികളിൽ ഗ്രീൻ ഹൗസുകൾ നിർമ്മിച്ച് കൃഷി ചെയ്യുന്നു. തക്കാളി, ചീര, സ്ട്രോബെറി, വെള്ളരി തുടങ്ങിയവ ഇങ്ങനെ വിളവെടുക്കാം. ഇത്തരം കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ രീതികൾ പരമ്പരാഗത കൃഷിയെ അപേക്ഷിച്ച് 90% വരെ ജലം ലാഭിക്കുന്നു. കെന്റക്കിയിലെ ആപ്പ് ഹാർവെസ്റ്റ് എന്ന 60 ഏക്കർ വിസ്തൃതിയുള്ള ഗ്രീൻ ഹൗസ് ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. എന്നാൽ ഇവയ്ക്ക് വലിയ സാമ്പത്തിക നിക്ഷേപവും ഉയർന്ന ഊർജ ആവശ്യവും ആവശ്യമാണ്. പലവിധത്തിലുള്ള പരിഹാരങ്ങൾ മുന്നിലുണ്ടെങ്കിലും ഒരു സത്യം വ്യക്തമാണ്: ഉപേക്ഷിക്കപ്പെട്ട എല്ലാ കൽക്കരി ഖനികൾക്കും അനുയോജ്യമായ ഒരൊറ്റ ഫോർമുല ലഭ്യമല്ല. ഖനനം ചെയ്ത എല്ലാ ഭൂമിയും പച്ചക്കറിത്തോട്ടങ്ങളോ പുൽമേടുകളോ ഗ്രീൻ ഹൗസുകളോ ആക്കി മാറ്റാൻ കഴിയില്ല. ചില സ്ഥലങ്ങളിലെ വെള്ളത്തിൽ കടുത്ത ആസിഡ് സാന്നിധ്യമുണ്ടാകാം. ചിലയിടങ്ങളിലെ മണ്ണിൽ ഹാനികരമായ വിഷലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഭൂപ്രകൃതി അതീവ അപകടകരമായിരിക്കും. മിസോറിയിൽ മാത്രം 1 ഏക്കർ ഖനിഭൂമി അടിസ്ഥാനപരമായി പുനരുദ്ധരിച്ചെടുക്കാൻ $2,000 മുതൽ $9,000 വരെ ചെലവ് വരുന്നുണ്ട്. ഇതിൽ ഭാവി കാർഷിക പ്രവർത്തനങ്ങളുടെ ചെലവ് ഉൾപ്പെടുന്നതുമില്ല. അതിനാൽ ഏതെങ്കിലും ഒരു ഭംഗിയുള്ള വിള തിരഞ്ഞെടുത്ത് മണ്ണിലേക്ക് നടുന്നതുകൊണ്ടായില്ല, മറിച്ച് ഓരോ കഷണം ഭൂമിക്കും അനുയോജ്യമായ ഭാവി ഏതാണെന്ന് തിരിച്ചറിയുകയാണ് പ്രധാനം. ചിലയിടങ്ങൾ പുൽമേടുകൾക്കും, ചിലത് കാടുകൾക്കും, മറ്റു ചിലത് സോളാർ പാനൽ പാർക്കുകൾക്കോ ഇക്കോ പാർക്കുകൾക്കോ ആണ് അനുയോജ്യമാകുക. മനുഷ്യൻ നേരിട്ട് കഴിക്കുന്ന പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും വിളയിക്കുമ്പോൾ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാകുന്നു. മണ്ണിലും വെള്ളത്തിലും വിഷാംശങ്ങളോ ലോഹങ്ങളോ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ നിരന്തരം ലാബ് പരിശോധനകൾ ആവശ്യമാണ്. അതിനാൽ ഖനിഭൂമിയിലെ കൃഷി എന്നത് കേവലമൊരു കാർഷിക പ്രോജക്റ്റ് മാത്രമല്ല, അത് പാരിസ്ഥിതികവും സാങ്കേതികവും
സാമ്പത്തികവും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതുമായ വലിയൊരു വെല്ലുവിളിയാണ്. ഖനിഭൂമികൾ കൃഷിഭൂമിയാക്കുന്നത് കൽക്കരി വ്യവസായത്തിന് പൂർണ്ണ പകരമാകില്ലെങ്കിലും അത് പുതിയ സാമ്പത്തിക സാധ്യതകൾ തുറന്നിടുന്നു. ഭൂമി പുനരുദ്ധാരണം, മൃഗപരിപാലനം, ലാവെൻഡർ കൃഷി, എസൻഷ്യൽ ഓയിൽ നിർമ്മാണം, തേനീച്ച വളർത്തൽ, ഇക്കോ ടൂറിസം, വനവൽക്കരണം എന്നിവ ഇതിൽപ്പെടുന്നു. ഇത് കേവലം ഭൂമിയുടെ മാത്രം കഥയല്ല, തങ്ങളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുന്ന നാടുകളുടെയും ജനങ്ങളുടെയും കഥയാണ്. പണ്ട് കൽക്കരിയുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന നഗരങ്ങൾ ഇനി പുൽമേടുകളുടെയും കുഞ്ഞു കാടുകളുടെയും ലാവെൻഡർ തോട്ടങ്ങളുടെയും ഹൈടെക് ഗ്രീൻ ഹൗസുകളുടെയും പേരിൽ അറിയപ്പെട്ടു തുടങ്ങും. ഇത് ഭൂതകാലത്തെ മായ്ച്ചുകളയലല്ല, മറിച്ച് തകർന്നുപോയ അതേ മണ്ണിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഭാവി പടുത്തുയർത്തലാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.